ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്താ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ വെറൈറ്റിയാണ് വന്നിട്ടുള്ളത്. വലിയ ഹെവി പ്ലാന്റാണ് നമുക്കിപ്പം ഇത്തവണ കൈ കിട്ടിയിട്ടുള്ളത്. അത് നോക്കിയേ, ആ പ്ലാന്റിൻ്റെ ഒരു വലിപ്പം നോക്കി. നല്ല റൂട്ടൊക്കെയുള്ള നല്ല പ്ലാന്റാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ പ്ലാന്റ് ചെറിയ പ്ലാന്റായിരുന്നു നമ്മൾ സെയിൽ ചെയ്തത്. ഇപ്പം അതിനേക്കാളും ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത്. വൈറ്റിൻ്റെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത് കേട്ടോ. നല്ലതായിട്ട് പൂ പിടിക്കുകയും വലിയ സ്പൈക്കുള്ള പ്ലാന്റുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല നീളത്തിലാണ് ഇതിൻ്റെ ഓരോ മുട്ടുകളും വരുന്നത്. അതേപോലെ ഒരുപാട് നാൾ ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വിരിഞ്ഞ് പതിയെ വിരിഞ്ഞ് തീർന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 10-35 ഫ്ലവറൊക്കെ മിക്കവാറും ചിലതിനകത്തുണ്ടാകും ഒരൊറ്റ സ്പൈക്കിൽ തന്നെ. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും ബഡ്സൊക്കെ വന്നിട്ട് വീണ്ടും ഫ്ലവർ ഉണ്ടാകും. അടുത്തായിട്ട് കാണുന്നത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ വൈറ്റ് നോക്കി, നല്ല പ്യുവർ വൈറ്റ് തന്നെയാണ് ഇത്. ഒരു നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പൂവാണ്. നമ്മൾ ആദ്യം കണ്ട വൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഇത് ഫുള്ള് വൈറ്റ് തന്നെയാണ്. അതിനകത്തൊന്നും മാർക്കൊന്നുമില്ല. അതേസമയം നമ്മൾ ആദ്യം കണ്ട വൈറ്റിനകത്ത് ഒരു യെല്ലോ ലിപ്പാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തായിട്ട് നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. അതും നല്ല ഭംഗിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് അതിനകത്തും. അതും പ്ലാന്റ് സൈസ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് സൈസാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇതാ നല്ല പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പൈക്ക് തന്നെ ഒരെണ്ണത്തിനകത്ത് തന്നെ അപ്പുറമൊക്കെ ആയിട്ട് സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതേപോലെ വലിയ പ്ലാന്റുമാണ്. അപ്പം കണ്ടോ, ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴുള്ള പോട്ടി മിക്സ് മൊത്തം നമുക്ക് മാറ്റിയിട്ട് കരിക്കട്ടയ്ക്കകത്തോട്ട് മാറ്റി പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതും വലിപ്പമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം വന്ന സൈസുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ 550 രൂപ റേറ്റിലാണ് നമ്മൾ ആദ്യം സെയിൽ ചെയ്തത്. അപ്പം ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല പ്ലാന്റാണ്. നോക്കി, നല്ല കളറുള്ള ക്യാരറ്റ് കളറിലുള്ള ഫ്ലവറൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമുക്ക് അപ്പോൾ തന്നെ സെയിലായിപ്പോയി. അപ്പോൾ ഇത് ബാലൻസ് വന്ന 1-2 പ്ലാന്റ് മാത്രമേ നമുക്ക് ബാലൻസ് വന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സെയിലായിപ്പോയി. അപ്പം ഇതാണ് കണ്ടോ, രണ്ട് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ ക്യാരറ്റ് കളർ നല്ല ഭംഗിയാണ്. മിനിയേച്ചർ ടൈപ്പ് ആണെങ്കിലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത് തന്നെയാണ്. അതേപോലെ നല്ല രസമാണ് ആ പൂക്കൾ കാണാൻ. ആ പ്ലാന്റ് വന്നിരിക്കുന്നത് മൂസിനകത്താണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അടുത്ത പ്ലാന്റ് നമ്മൾ കാണുന്നത് യെല്ലോ ഷെയ്ഡിനകത്ത് ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു കളറാണ്. അതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ട് കളറിലുള്ള അടുത്ത ഒരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ. അതും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ പ്ലാന്റും ഒരുപാട് പോകുന്ന പ്ലാന്റാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് സൈസൊക്കെ ഇതൊക്കെയാണ്. ഏകദേശം ഇത് വൈറ്റിൻ്റെയൊക്കെ നല്ല പ്ലാന്റ് സൈസാണ് കേട്ടോ. ലീഫ് കാണുമ്പോഴേ അറിയാം നല്ല പ്ലാന്റ്. വൈറ്റാണ് ഏറ്റവും നല്ല പ്ലാന്റ് സൈസ് ഉള്ള പ്ലാന്റ്. അതും നല്ല ഹെൽത്തി പ്ലാന്റാണ്. നല്ല റൂട്ടും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരൊക്കെ ഈ പ്ലാന്റിൻ്റെ കെയറിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം വളരെ സിമ്പിളാണ് ഇതിൻ്റെ കെയറിങ്. പക്ഷേ ആ സിമ്പിളായിട്ടുള്ള കെയറിങ് അതേപോലെ നമ്മൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ തരുന്ന പ്ലാന്റ് ആദ്യം തന്നെ ഇതിനകത്തുള്ള മീഡിയം മൂസ്, കോക്കോ ചിപ്സ് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള മീഡിയമാണ് ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് കുറച്ച് സാഫ് ചേർത്ത വെള്ളത്തിനകത്ത് നമ്മളിതൊന്ന് അല്പനേരം ഒന്ന് മുക്കി വയ്ക്കുക. ഒരുപാട് നേരം വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം നമുക്ക് ഇത് കരിക്കട്ടയ്ക്കകത്താണ് ഞാൻ എല്ലാ ഫെലനോപ്സിസും പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കൂടുതലും നല്ലത്. പ്ലാന്റിന് ഏറ്റവും നല്ലത് കരിക്കട്ടയ്ക്കകത്ത് പോട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അതേപോലെ കരിക്കട്ടയ്ക്കകത്ത് നമ്മൾ ഒരു ബാസ്ക്കറ്റിൽ പോട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് ഒന്ന് ചെറുതായിട്ട് ചരിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചരിച്ച് വെക്കുമ്പോൾ പ്ലാന്റ്സിന് വെള്ളം കെട്ടി നിന്നിട്ട് പ്ലാന്റ്സ് അഴുകി പോകാൻ സാധ്യതയുണ്ട്. ഈ പ്ലാന്റ്സ് പെട്ടെന്ന് അഴുകാൻ സാധ്യതയുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചരിച്ച് വെച്ച് പോട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിന് വെള്ളം കൊടുക്കുന്നത് രാവിലെ മാത്രം. രാവിലെ ഒരു 12 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കവളുകളിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചെടി അഴിഞ്ഞു പോകും. അതുപോലെ എപ്പോഴും തണൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നന്നായിട്ട് പൂക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ മഴയും വെയിലും ഏൽക്കാത്ത
സ്ഥലത്തായിരിക്കണം ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ മഴയും വെയിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ പൂക്കളുണ്ടായിട്ട്